السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാനം നിറഞ്ഞ സീറ പഠിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മക്ക വിജയം കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച ചില സൈനിക നീക്കങ്ങൾ, നടപടികൾ ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായി വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്ക വിജയം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ള ഒരൊറ്റ സംഭവമായിരുന്നില്ല എന്നും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങളായി പല സംഭവങ്ങളും ഉണ്ടായി എന്നും നമ്മൾ മനസ്സിലാക്കി. ഹുനൈൻ യുദ്ധം അതിലൊന്നാണ്. ഹുനൈൻ യുദ്ധം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പേരെടുത്ത് പറഞ്ഞ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങൾ അവർക്ക് കൊടുത്ത ഒരു യുദ്ധം. അതുപോലെ തന്നെ ഹുനൈനും പെട്ടെന്ന് അവസാനിക്കുന്നില്ല. ഹുനൈനോടനുബന്ധിച്ച് പിന്നെ ഹുനൈനിൽ നിന്ന് ചിതറിപ്പോയ ഹവാസിൻ ഗോത്രക്കാർ, സഖീഫ് ഗോത്രക്കാർ പലയിടങ്ങളിലായി, ഔത്താസിലും നഖ്ലയിലും അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിൽ, ത്വായിഫിലും ഒക്കെ അഭയം തേടിച്ചെന്ന് അവിടെ തമ്പടിച്ച ശത്രുക്കൾ ഒക്കെയുണ്ടായി. പിന്നെ ഔത്താസിലെയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലെയും ഒക്കെ പിന്തിരിഞ്ഞോടി അവിടെ ചെന്ന് തമ്പടിച്ച ശത്രുക്കളെ നേരിടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ നിയോഗിക്കുകയും ചെയ്തു. അവരെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി. ഇനി ബാക്കിയുള്ളത് ത്വായിഫാണ്. അന്നുവരെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ തുടക്ക കാലഘട്ടത്തിൽ മാത്രം പരാമർശിക്കപ്പെട്ട ത്വായിഫ്. മക്കയിലെ ആളുകൾ, അവർക്ക് തണുപ്പ് കാലത്ത് മക്കയിൽ ചൂട് വർദ്ധിക്കുമ്പോൾ വേനൽക്കാലത്ത് അവർക്ക് സുഖമായി താമസിക്കാനും നല്ല കാലാവസ്ഥയും ഒക്കെ ഉൾക്കൊള്ളുന്ന മക്കയിലെ പല ഖുറൈശി പ്രമുഖന്മാർക്കും തോട്ടങ്ങൾ ഉണ്ടായിരുന്ന, നല്ല മക്കക്കാരുമായി നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ത്വായിഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പണ്ട് പുറത്താക്കിയ ത്വായിഫ്. ആ ത്വായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈനിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് ത്വായിഫ് കീഴടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുക്കളുടെ നേതാവായിരുന്ന മാലിക് ഇബ്നു ഔഫ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാളടക്കം ത്വായിഫിലാണ് ഇപ്പോൾ അഭയം തേടി, അവിടുത്തെ കോട്ടയിലാണ് സുരക്ഷിതമായി ഇരിക്കുന്നത്. ത്വായിഫിൽ വലിയ സുശക്തമായ കോട്ടകളുണ്ട്. ആർക്കും തകർക്കാൻ കഴിയാത്തതെന്ന് ത്വായിഫുകാർ തന്നെ അഭിമാനിക്കുന്ന കോട്ടകളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചതുപോലെ മുസ്ലിം സൈന്യം ആദ്യമായി അന്നത്തെ കാലത്തുള്ള പല സാങ്കേതിക വിദ്യകളും അതുവരെ ഉപയോഗിക്കാത്ത പലതും ഉപയോഗിക്കുന്നതൊക്കെ ആദ്യമായി ഉപയോഗിക്കുന്നത് ത്വായിഫ് യുദ്ധത്തിലാണ്. ത്വായിഫിൽ ഈ ശത്രുക്കൾ ത്വായിഫിലെ ഒരു വലിയ കോട്ടയിൽ അഭയം പ്രാപിച്ചു. ഹവാസിൻ ഗോത്രം, അതുപോലെ തന്നെ ത്വായിഫിൽ ജീവിക്കുന്നത് സഖീഫ് ഗോത്രമാണ് ത്വായിഫിൽ പണ്ട് മുതലേയുള്ള താമസക്കാർ. അവരും ഇപ്പോഴും മുസ്ലിങ്ങളുടെ ശത്രുപക്ഷത്താണ്. ഈ 2 ഗോത്രങ്ങൾ, പ്രധാനമായും ഈ 2 ഗോത്രങ്ങൾ അവിടെ വലിയ കോട്ടക്കുള്ളിൽ കയറി കോട്ടവാതിലുകൾ ബന്ധിച്ച് ഒരു തരത്തിലും കീഴടക്കാൻ കഴിയില്ല എന്ന ഒരു രൂപത്തിൽ ത്വായിഫിൽ തന്നെ തുടരുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സൈന്യത്തെയും കൊണ്ട് ത്വായിഫിലെത്തി. ത്വായിഫിൽ ആ കോട്ടയുടെ മുൻഭാഗത്ത് തമ്പടിച്ചു. ത്വായിഫുകാർ, ഈ പറഞ്ഞ ശത്രുക്കളെല്ലാവരും കോട്ടയ്ക്കുള്ളിൽ നിന്ന് അമ്പുകളും കല്ലുകളും ഒക്കെ ഉപയോഗിച്ച് മുസ്ലിം സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. അത് മുസ്ലിം സൈന്യത്തിന് ആ ഒരു ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ
അതിനെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് വരെ അറബികളുടെ യുദ്ധത്തിലോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള യുദ്ധതന്ത്രങ്ങളിലോ കോട്ടകളിൽ നിന്ന് ഒരു ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴേക്ക് വരുന്ന തുടർച്ചയായി വരുന്ന അമ്പുകളെയോ കല്ലുകളെയോ പ്രതിരോധിക്കുന്നൊരു സംവിധാനം അന്ന് വരെ യുദ്ധങ്ങളിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഗതി പരിചയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചിരുന്ന സ്ഥലം കുറച്ചുകൂടി ദൂരത്തേക്ക് മാറ്റി. അവർക്ക് കോട്ടയിൽ നിന്ന് ആക്രമിക്കാൻ കഴിയാത്തത്ര കുറച്ച് ഒരടുത്ത സ്ഥലത്തേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. പിന്നെ മുസ്ലിങ്ങൾ ഈ അമ്പുകളെയും കല്ലുകളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തടി കൊണ്ട് ഒരു ഉപകരണം ഉണ്ടാക്കി. ചക്രങ്ങളുള്ള, അതിന് ഒരു മുകളിലും ഒക്കെ വശങ്ങളിലുമൊക്കെ തടി കൊണ്ടുള്ള മറകളുള്ള, ഉള്ളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം പോലെ ഒരു പ്രതിരോധ സംവിധാനം അവരുണ്ടാക്കി. അങ്ങനെയാണ് ആ കോട്ടയുടെ അടുത്തേക്ക് അവർക്ക് ചെല്ലാൻ കഴിയുന്നത്. കാരണം അടുത്തേക്ക് ചെന്നാൽ തന്നെ അമ്പുകളും കല്ലുകളും വർഷിക്കും. അപ്പോൾ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ എന്തെങ്കിലും ഒരു മറ വേണം, അത് ഉപയോഗിച്ച് സഞ്ചരിക്കാനും കഴിയണം. പക്ഷെ ത്വായിഫുകാർ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ച് ആ തടി കൊണ്ടുണ്ടാക്കിയ ആ ഒരു സംവിധാനം അതിനെ നശിപ്പിക്കുകയും അതിൽ തീ പടർന്ന് അത് കത്തി നശിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങളുടെ അങ്ങനെ ഒരു നാശനഷ്ടം മുസ്ലിങ്ങൾക്ക് ഉണ്ടായി. പിന്നെയും ത്വായിഫിലെ കോട്ടകൾ കീഴടക്കാനുള്ള വഴികൾ ആലോചിച്ചു. അങ്ങനെയാണ് മിഞ്ചനീഖ് എന്ന് പറയുന്ന തെറ്റാലി, വലിയ കല്ലുകൾ ഉപയോഗിച്ച് വലിയ കോട്ടകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന, പിന്നീട് ചരിത്രത്തിൽ നിരവധി യുദ്ധങ്ങളിൽ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ലോകത്തിലെ പല സമൂഹങ്ങളും ഉപയോഗിച്ച വലിയ കൂറ്റൻ തെറ്റാലി, ഇംഗ്ലീഷിൽ കാറ്റപ്പുൾട്ട് എന്ന് പറയുന്ന വലിയ കല്ലുകൾ തൊടുത്തുവിടാൻ കഴിയുന്ന, അങ്ങനെ കോട്ട മതിലുകളെയും ഒക്കെ തകർക്കാനും അവയ്ക്ക് കേടുപാടുകൾ വരുത്താനും കഴിയുന്ന ഉപകരണം, അത് മുസ്ലിങ്ങൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ യുദ്ധത്തിലാണ്. മിഞ്ചനീഖ് എന്ന് പറയുന്ന ആ വലിയ തെറ്റാലി. ആ ഇസ്ലാമിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ ആദ്യമായി ഇങ്ങനെ ഒരു ഉപകരണം പ്രയോഗിക്കുന്നത് ത്വായിഫുകാരുമായിട്ടുള്ള യുദ്ധത്തിലാണ്. പക്ഷെ എന്നിട്ടും ത്വായിഫിലെ കോട്ട കീഴടങ്ങിയില്ല. ത്വായിഫിലെ കോട്ട കീഴടക്കാനോ അതിനുള്ളിലേക്ക് പ്രവേശിക്കാനോ അതിൻ്റെ വലിയ ചുറ്റുമതിലുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുത്താനോ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാരെ പരാജയപ്പെടുത്താൻ വേണ്ടി, അവരെ കോട്ടകളിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി, അവർക്ക് കോട്ടയ്ക്ക് പുറത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ, അവരുടെ കൃഷികൾ അത് നശിപ്പിക്കാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. അപ്പോൾ ത്വായിഫിലുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ലിമ തഖ്തഉ അംവാലന, മുഹമ്മദേ നീ എന്തിനാണ് നമ്മുടെ വസ്തുവകകളൊക്കെ നശിപ്പിക്കുന്നത്, നമ്മുടെ കൃഷി നശിപ്പിക്കുന്നത് എന്താണ്? നീ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അത് സ്വന്തമാക്കാമല്ലോ. ആ യുദ്ധത്തിൽ ജയിക്കുന്നില്ല നീ, എന്നിട്ട് നീ ഇങ്ങനെ ഒരു കാര്യവുമില്ല നശിപ്പിക്കുകയാണോ? അള്ളാഹുവിൻ്റെ പേരിലും അതുപോലെ തന്നെ കുടുംബബന്ധത്തിൻ്റെ പേരിലും ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഇത് കൃഷി നശിപ്പിക്കരുത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നി അദഉഹാ ലില്ലാഹി വറഹിം, അത് അള്ളാഹുവിൻ്റെ പേരിലും കുടുംബ ബന്ധത്തിൻ്റെ പേരിലും അവർ ചോദിച്ചു എന്ന് നിലക്ക് അത് ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. യുദ്ധത്തിൽ കൃഷികളും അതുപോലെ തന്നെ മരങ്ങളും നശിപ്പിക്കുക എന്നത് ഒരിക്കലും മുസ്ലിം സൈന്യത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിലപാടായിരുന്നില്ല. എന്നാൽ ഇത്തരം ചില നിർണായക ഘട്ടങ്ങളിൽ, ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവരെ കോട്ടയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തിറക്കാൻ മറ്റൊരു മാർഗവും കണ്ടെത്താതിരുന്നപ്പോഴാണ് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. മറ്റൊരു യുദ്ധത്തിലും മരങ്ങളെയും അതുപോലെ തന്നെ അനാവശ്യമായി വസ്തുവകളെയും ഒന്നും നശിപ്പിക്കരുത് എന്ന കൽപ്പനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങൾക്ക് കൊടുക്കാറുണ്ടായത്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കോട്ടയിൽ നിന്ന് സ്വമേധയാ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു പ്രശ്നത്തിനും മുതിരാതെ പുറത്തിറങ്ങി മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് അടിമകളിൽ പെട്ട ആരെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ അവർ പിന്നീട് സ്വതന്ത്രരായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കൽപ്പന കേട്ടപ്പോൾ അടിമകളിൽപ്പെട്ട 13 ആളുകൾ കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നു. നുഫൈ ഇബ്നു മസ്റൂഹ് എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആ കോട്ടയ്ക്കുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത്, കോട്ടയ്ക്കുള്ളിൽ നിന്ന് ചുറ്റുമതിലിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് കിണറ്റിൽ വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന കപ്പിയും കയറും ഉപയോഗിച്ച് അതുവഴിയാണ് അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ കപ്പിക്ക് അറബിയിൽ ബക്ര എന്നാണ് പേര് പറയുക.
ഈ പറഞ്ഞ നുഫൈ ഇബ്നു മസ്റൂഹ് പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അബൂ ബക്ര എന്ന് വിളിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരല്ലാതെ സമാനമായ ഒരു പേര് അദ്ദേഹം പല ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ പരാമർശിക്കപ്പെടുന്നത് ഇദ്ദേഹമാണ്, നുഫൈ ഇബ്നു മസ്റൂഹ് എന്ന് പറയുന്ന അബൂ ബക്ര റളിയല്ലാഹു അൻഹു. മറ്റേത് അബൂ ബക്കർ റളിയല്ലാഹു അൻഹു ആണ്, ഇത് അബൂ ബക്ര റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് മുസ്ലിം ആവുകയും ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും മുസ്ലിങ്ങൾക്ക് കോട്ട കീഴടക്കാൻ കഴിയുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, നമ്മൾ തിരിച്ചു വീണ്ടും മക്കയിലേക്ക് പോവുകയാണ്, ഇതോടുകൂടി ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഈ കോട്ട കീഴടക്കുന്നില്ല, ഇനി നമ്മൾ യുദ്ധം തുടരുന്നില്ല, ഇനി നമ്മൾ തിരിച്ച് മക്കയിലേക്ക് പോവുകയാണ്. ഇന്ന ഖാഫിലൂന ഇൻഷാ അല്ലാഹ്, നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ മുസ്ലിങ്ങളിൽ പലർക്കും അത് പ്രയാസമുണ്ടാക്കി. കോട്ട ഇതുവരെ ഇത്ര നേരം യുദ്ധം തുടർന്നിട്ട് ഇനി ഈ കോട്ട കീഴടക്കാതെ നമ്മൾ പകുതിക്ക് വെച്ച് യുദ്ധം നിർത്തി തിരിച്ചു പോരുകയും അവർ പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല ആളുകളും വാശി പിടിച്ചു, യുദ്ധം തുടരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓക്കെ. പിറ്റേന്ന് ഒരു ദിവസം കൂടി യുദ്ധം തുടർന്നു. അന്നത്തെ നേരത്തെ പറഞ്ഞതുപോലെ കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള അമ്പുകളും കല്ലുകളും ഒക്കെ ഏറ്റ് മുസ്ലിങ്ങളിൽ പലർക്കും നല്ല പരിക്കുകളുണ്ടായി. അപ്പോൾ നേരത്തെ അഭിപ്രായം പറഞ്ഞ ആളുകൾ തന്നെ അഭിപ്രായം തിരിച്ചു പറഞ്ഞു, തിരിച്ചു പോകാം, അതാണ് നല്ലത്. കുറേ മുറിവുകളും കുറേ നഷ്ടങ്ങളും ഒക്കെ മുസ്ലിം സൈന്യത്തിനുണ്ടായപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും എന്നാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് സൈന്യത്തെ തിരിച്ചു വിടുകയും ചെയ്തു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിങ്ങൾ ചോദിച്ചിരുന്നു, സ്വഹാബികൾ ആവശ്യപ്പെട്ടൊരു ഒരു പ്രാർത്ഥന കൂടി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലേ, ഈ സഖീഫുകാരുടെ അമ്പുകൾ നമ്മളെ ഇത്രയേറെ വിഷമിപ്പിക്കുന്നു, ഫദ്ഉല്ലാഹ അലൈഹിം, താങ്കൾ അവർക്കെതിരെ പ്രാർത്ഥിക്കണം. ഈ സഖീഫുകാരോട് ത്വായിഫിലുണ്ട യുദ്ധം പകുതിക്ക് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിപ്പോയത് അതൊരു പക്ഷേ ഒരത്ര നല്ല ഒരു സംഗതി അല്ല എന്ന് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോൾ അത് എത്രയോ വലിയ ലാഭമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിൻ്റെ ഒരു സംഭവം കൂടിയാണ്, ആ അനുബന്ധ സംഭവം കൂടിയാണ് ഈ എതിരായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സംഭവം. അവർക്ക് എതിരായി പ്രാർത്ഥിക്കണമേ എന്ന് സ്വഹാബിമാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഫദ്ഉല്ലാഹ അലൈഹി, സഖീഫുകാരെ ത്വായിഫുകാരെ നശിപ്പിക്കണേ എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ സ്വഹാബിമാർ പ്രതീക്ഷിച്ച പ്രാർത്ഥന ആയിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ഹ്ദി സഖീഫൻ, അല്ലാഹുവേ സഖീഫുകാർക്ക് ഹിദായത്ത് കൊടുക്കണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അത് പിന്നീട് അക്ഷരം പതി പുലരുകയും ചെയ്തു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മക്കയിലെത്തുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജഅറാന എന്ന സ്ഥലം, മക്കയ്ക്കടുത്തുള്ള ഹറമിനടുത്തുള്ള സ്ഥലം, അവിടെ എത്തി അല്പ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സഖീഫ് ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, സഖീഫ് ഗോത്രം ഒന്നടക്കം എന്ന് വേണമെങ്കിൽ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് ബൈഅത്ത് ചെയ്തു, മുസ്ലിങ്ങളായി മാറി സഖീഫ് ഗോത്രം മുഴുവൻ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയുടെ ഒരു പുലർച്ചയും ഒക്കെയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അന്ന് അവിടെ വെച്ച് നിർത്തിപ്പോയ യുദ്ധം യഥാർത്ഥത്തിൽ വലിയ വിജയം തന്നെയാണ് പിന്നീട് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയത് എന്ന് കാണാൻ കഴിയും. അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ ജഅറാന എന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ വലിയ സമ്പത്ത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെയുള്ള യുദ്ധങ്ങളിൽ നിന്ന് ലഭിക്കാത്തതിനേക്കാൾ എത്രയോ വലിയ സമ്പത്ത് ഹുനൈൻ യുദ്ധത്തിലൂടെ മാത്രം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹുനൈനിൽ ശത്രുപക്ഷത്തുള്ള ആളുകൾ അനവധി സമ്പത്തുകളുമായി വന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ, അതൊക്കെ നാളെ മുസ്ലിങ്ങൾക്ക് ഗനീമത്തായി ലഭിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതേ പ്രകാരം സംഭവിച്ചു. നമ്മൾ വലിയ എണ്ണം ഒട്ടകങ്ങൾ, ആടുകൾ, ആയുധങ്ങൾ അങ്ങനെ തുടങ്ങി ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ലഭിച്ച വലിയ അളവറ്റ സമ്പത്തുണ്ടായി. അതൊക്കെയും ജഅറാനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി കൽപ്പിച്ചു. പിന്നെ അതിന് ഇടയിലാണ് ത്വായിഫിലേക്ക് പോകുന്നതും തിരിച്ച് ജഅറാനയിലേക്ക് എത്തുന്നതും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ജഅറാനയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രാ മധ്യേ സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജുഅശും എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഇങ്ങനെ മുസ്ലിം സൈന്യത്തിൻ്റെ അടുത്തേക്ക് വന്നു. അയാളപ്പോഴും അമുസ്ലിമാണ്. സുറാഖത്ത് ഇബ്നു മാലിക് ഇതിനു മുമ്പ് ചരിത്രത്തിൽ കണ്ടത് വർഷങ്ങൾക്ക് മുൻപ്
8 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ പ്രവാചകനെ പിന്തുടർന്ന് പിടിക്കാൻ വേണ്ടി 100 ഒട്ടകങ്ങൾ എന്ന ഖുറൈശികൾ പ്രഖ്യാപിച്ച പാരിതോഷികവും മനസ്സിലിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നയാളായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു എഴുത്തെഴുതി കൊടുത്തിരുന്നു. നാളെ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ആദരിക്കുമെന്നും നാളെ സുറാഖയുടെ കയ്യിൽ കിസ്റായുടെയും അതുപോലെ തന്നെ ഹിറക്കലിൻ്റെയും ഒക്കെ ആ ആഭരണങ്ങൾ അണിയിക്കപ്പെട്ടാൽ അയാളുടെ സമ്പത്തുകൾ ഈ സുറാഖക്ക് ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നുമുള്ള പരാമർശവും ഒക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആ സുറാഖത്ത് ബിൻ മാലിക് ഇപ്പോഴും അയാൾ അമുസ്ലിമാണ്. അയാൾ വന്നു. അയാളിപ്പോൾ മുസ്ലിങ്ങൾ പലരും അയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. എന്താണ് നീ വരുന്നത്? നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? റസൂലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സുറാഖയെ കണ്ടപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു, നീ എങ്ങോട്ടാണ് ഈ നടന്നു പോകുന്നത്? റസൂലിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയപ്പോൾ, പ്രവാചകനെ കാണാൻ കഴിയുന്ന രൂപത്തിലെത്തിയപ്പോൾ സുറാഖ തൻ്റെ കയ്യിലുള്ള പഴയ ആ കുറിപ്പ് എടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ കിതാബുക ലീ, ഇത് അള്ളാഹുവിൻ്റെ റസൂലേ, ഇത് നിങ്ങൾ എനിക്ക് എഴുതി തന്ന രേഖയാണല്ലോ. അന സുറാഖത്ത് ബിൻ മാലിക് ബിൻ ജുഅ്ഷും, ഞാൻ സുറാഖയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമു വഫാഇൻ വബിർ ഉദ്നു, ഇന്ന് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു രേഖ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ, കരാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നിർവഹിക്കപ്പെടുന്ന പൂർത്തീകരിക്കപ്പെടുന്ന ദിവസമാണെന്ന് അയാളെ അടുത്തേക്ക് വരാൻ അനുവദിക്കും. അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക് എന്ന മനുഷ്യൻ തന്നെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ റസൂലിൻ്റെ അടുത്തേക്ക് പോയി ഫഅസ്ലംതു, എന്നിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അന്ന് 8 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയ സുറാഖത്ത് ബിൻ മാലിക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇസ്ലാമിക സൈന്യത്തിൽ ഇസ്ലാമിൽ ഒരു അംഗമായി മാറുന്നത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറേ സംശയങ്ങൾ ചോദിക്കാൻ സുറാഖ കുറേ കാര്യങ്ങൾ മനസ്സിലിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, ഈ സംഭവങ്ങളൊക്കെ കണ്ടു മുസ്ലിം ആയതിനു ശേഷം ഇതിൽ പലതും എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചോദിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു കാര്യം മാത്രമാണ് ഞാൻ ചോദിച്ചത്. അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം, അമുസ്ലിമായൊരു മനുഷ്യൻ അന്നത്തെ ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരുന്ന മനുഷ്യരുണ്ടാകുന്ന നിരവധി സംശയങ്ങളിൽ ഒന്ന് ചോദിച്ചത് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച സംശയം വളരെ ലളിതമായൊരു സംശയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ചോദിച്ചതാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. എൻ്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനൊരു ജലസംഭരണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതിൽ വെള്ളം നിറയ്ക്കുന്നത് എൻ്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വഴിയരികിൽ അലഞ്ഞു തിരിയുന്ന ആരുടെയെങ്കിലും ഒട്ടകങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യം നശിച്ച് ചാകാറായി ആരെങ്കിലും ഉടമസ്ഥർക്ക് ഉപേക്ഷിച്ച ഒട്ടകങ്ങൾ, ഇതൊക്കെ വന്ന് എൻ്റെ ഈ ജലസംഭരണിയിൽ നിന്ന് വെള്ളം കുടിക്കും. ഞാനിത് എൻ്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ നിറച്ചു വച്ചിട്ടുള്ളത്. ഇതിനെനിക്ക് പ്രതിഫലം കിട്ടുമോ എന്നാണ് സുറാഖ അന്ന് മുസ്ലിമാരോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലളിതമാണെങ്കിലും ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു നിസ്സാരമായ ഒരു കാര്യം, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്കും എത്ര വലിയ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഓരോ പച്ചക്കരളുള്ള ഓരോ ജീവിക്കും നന്മ ചെയ്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാം അങ്ങനെ തന്നെയാണല്ലോ. ഏതൊരു മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ നന്മയ്ക്ക് ഇസ്ലാം പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിൻ്റെ ഒരു വലിയ നന്മയുടെ ഒരു വശം സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ജിഅ്റാനയിലെത്തി. ജിഅ്റാന സ്ഥലത്തെത്തി. ഗനീമത്ത് സ്വത്തുകളൊക്കെ വളരെ വിശാലമായ ആയിരക്കണക്കിന് ആടുകൾ, ഒട്ടകങ്ങൾ, 10,000-കണക്കിന് ആടുമാടുകൾ, അതുപോലെ തന്നെ പലതരം വസ്തുവകൾ, ഇതൊക്കെയും ജിഅ്റാനയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 ദിവസം അവിടെ തന്നെ താമസിച്ചു. ഗനീമത്ത് സ്വത്തുകളൊന്നും വിതരണം ചെയ്തില്ല. ത്വായിഫിൽ നിന്ന് യുദ്ധം നിർത്തി പകുതിക്ക് വെച്ച് തിരിച്ചു പോയതിൻ്റെ ആ ഹിക്മത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം അള്ളാഹു കാണിച്ചു തരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഈ 13 ദിവസം റസൂൽ ഒന്നും ചെയ്തില്ല. ഗനീമത്ത് സ്വത്തുക്കൾ ഒന്നും വീതിച്ചു കൊടുത്തില്ല. കാരണം നേരത്തെ പറഞ്ഞ സഖീഫുകാരും ഹവാസിനുകാരും അവരിൽ നിന്ന് പിടിച്ചെടുത്ത, ഹുനൈനിൽ പിടിച്ചെടുത്ത ഈ മുതലുകൾ അവർ മുസ്ലിമായി വരുമോ എന്ന പ്രത്യാശയിൽ
അവർ വരുമോ എന്ന പ്രതീക്ഷയിൽ റസൂൽ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അവർ വന്നാൽ അവർക്ക് അതെല്ലാം തിരിച്ചു കൊടുക്കാം എന്ന ഉദ്ദേശത്തിൽ. പക്ഷേ അവരിലൊരാളും വന്നില്ല. തഖീഫുകാരും അതുപോലെ തന്നെ ഹവാസിൻകാരും അവരിലാരും ഈ 13 ദിവസത്തിനുള്ളിൽ വന്നില്ല. 13 ദിവസം കഴിഞ്ഞപ്പോൾ അത് വീതം വയ്ക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചു. ഇവിടെയാണ് ഇസ്ലാമിലെ സക്കാത്തിന് അർഹരായ ആളുകളും അതുപോലെ തന്നെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗങ്ങൾ എടുത്തു പറഞ്ഞ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഹൃദയം ഈ ഇസ്ലാമിനോട് ഇണങ്ങി നിൽക്കുന്ന ആളുകൾ, ഇസ്ലാമിനോട് അനുഭാവമുള്ള ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒന്ന് പ്രേരിപ്പിച്ചാൽ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷയുള്ള ഹൃദയം കൊണ്ട് ഇസ്ലാമിലേക്ക് അടുത്തയാളുകൾ, ഇവരെ ഏറ്റവും കൂടുതൽ പരിഗണിച്ച ഒരു ഗനീമത്ത് സ്വത്ത് വീതം വെക്കലായിരുന്നു ഈ ഹുനൈൻ യുദ്ധത്തിന് ശേഷം ജിഅ്റാനയിൽ വെച്ച് നടന്ന ഈ വീതം വെക്കൽ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ സൈന്യത്തിലുള്ളത്. സഫ്വാൻ ഇബ്നു ഉമയ്യയെ പോലെ റസൂലിനെ വകവരുത്താൻ വേണ്ടി വാടക കൊലയാളി അയച്ച ആളടക്കം, അയാളിൽ നിന്ന് വായ്പ വാങ്ങിയ 100 പടച്ചട്ടകൾ അടക്കം ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അയാളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പല ആളുകളും വളരെ ഇപ്പോൾ ഈ അടുത്ത് മാത്രം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അബൂ സുഫിയാനെ പോലെയുള്ള ഒക്കെ ഈ യുദ്ധത്തിലുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന സ്വത്തായിരുന്നു അന്ന് ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് കിട്ടിയത്. ചില ആളുകൾക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മലകൾക്കിടയിലുള്ള ഒരു താഴ്വാരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആടുകൾ, അത് മുഴുവൻ ഒരു മനുഷ്യന് കൊടുത്ത ചരിത്രം ഹുനൈനിന്റെ ഈ ജിഅ്റാനിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും. 2 മലകൾക്കിടയിലുള്ള ആടുകൾ, അതിങ്ങനെ നോക്കുമ്പോൾ 2 മലകൾക്കിടയിൽ നിറയെ ആട്ടിൻ പറ്റങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അത് ഒരൊറ്റ മനുഷ്യന് മാത്രം കൊടുത്ത ചരിത്രം ജിഅ്റാനിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ താഴ്വാരങ്ങളും മലനിരകൾക്കിടയിൽ ഇങ്ങനെ വളരെ വിശാലമായ ഗനീമത്ത് സ്വത്തുകൾ കുന്നുകൂടി കിടക്കുന്ന ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പരിശോധിക്കാമല്ലോ. അന്ന് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതനുസരിച്ച് 3 മാസം അടുപ്പിച്ച് നേർമയുള്ള മാവ് കൊണ്ടുള്ള റൊട്ടി കഴിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രവാചകന് വേണമെങ്കിൽ അതൊക്കെയും സ്വന്തമാക്കാനുള്ള അധികാരവും അർഹതയും ഉണ്ടായിരുന്നു. ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വന്തമാക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വീതം വെച്ച പല ആളുകളെയും കാണാൻ കഴിയും. ഈമാൻ വളരെ ദുർബലതയുള്ള, ഈ അടുത്ത് മാത്രം ഇസ്ലാം സ്വീകരിച്ച, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു വക്കിലെത്തി നിൽക്കുന്ന ആളുകൾ, അവർ പലർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായ രൂപത്തിൽ തന്നെ, ഖുറൈശികളിൽ പ്രധാനപ്പെട്ട പല ആളുകൾക്കും വളരെ നല്ല രൂപത്തിൽ തന്നെ സമ്പത്ത് നൽകി. അബൂ സുഫിയാൻ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങൾ നൽകി. അദ്ദേഹത്തിനും അതുപോലെ തന്നെ അബൂ സുഫിയാൻ എന്ന പേരുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ, അദ്ദേഹത്തിനും 100 ഒട്ടകങ്ങൾ നൽകി. അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി. അദ്ദേഹം ഒരു അറാബിയാണ്, ഒരു ഗ്രാമീണ അറബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകൻ ചെറിയ കുട്ടികളെ ചുംബിക്കുന്നത് കണ്ട്, എനിക്ക് 10 മക്കളുണ്ട്, എന്നിട്ട് ഒരാളെപ്പോലും ഞാനിതുവരെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഒരു കാടിന്റെ ജീവിതം നയിച്ചിരുന്ന ഒരു അറാബിയായ മനുഷ്യനാണ് അഖ്റ ഇബ്നു ഹാബിസ്. അദ്ദേഹത്തിന് അറാബികളുടെ നേതാവാണ്. അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി. ഉയൈനത്ത് ഇബ്നു ഹിസ്ൻ അദ്ദേഹത്തിന് 100 ഒട്ടകങ്ങൾ നൽകി. അങ്ങനെ പല ആളുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഒട്ടകങ്ങളെ വീതം നൽകുകയുണ്ടായി. ഹക്കീം ഇബ്നു ഹിസാം അദ്ദേഹത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 ഒട്ടകങ്ങൾ നൽകി. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. കഅബക്കുള്ളിൽ ആദ്യമായി ജനിച്ച, ചരിത്രത്തിൽ ആദ്യമായി അവസാനമായി കഅബക്കുള്ളിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച ജാഹിലിയ കാലത്ത് ഒരു മനുഷ്യനാണ് അദ്ദേഹം, ഹക്കീം ഇബ്നു ഹിസാം. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 100 ഒട്ടകങ്ങളെ കൊടുത്തു. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഅതാനി, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂൽ എനിക്ക് 100 ഒട്ടകങ്ങളെ തന്നു. ثم سألته فأعطاني, പിന്നെയും ഞാൻ ചോദിച്ചു, പിന്നെയും എനിക്ക് തന്നു. ثم سألته فأعطاني, പിന്നെയും ഞാൻ ചോദിച്ചു, പിന്നെയും എനിക്ക് തന്നു. 3 തവണ ഞാൻ ചോദിച്ചപ്പോഴൊക്കെയും റസൂൽ 100 ഒട്ടകങ്ങളെ വീതം തന്നു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹക്കീം, ഹക്കീം, ഇന്ന ഹാദൽ മാല ഖദ്റത്തുൻ ഹുൽവ, ജാഹിലിയത്തിൽ നിന്ന് സമ്പത്തിന്റെ, അന്ന് ഖുറൈശികളിൽ പ്രമാണികളായി ജീവിച്ചിരുന്ന, സമ്പത്ത് നിർലോഭം ദൂർത്തടിച്ചിരുന്ന, യാതൊരു തരത്തിലുള്ള മര്യാദയോ സമ്പത്തിന്റെ കാര്യത്തിൽ ഒരു അച്ചടക്കമോ ഒന്നുമില്ലാതിരുന്ന ഒരു ജാഹിലിയത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനോട്, ഈ അടുത്തു മാത്രം മുസ്ലിമായ ഒരാളോട്, ഹക്കീം ഇബ്നു ഹിസാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹക്കീം, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ലോകാവസാനം വരേക്കുള്ള ഏതൊരു മുസ്ലിമിനുമുള്ള ഒരു പാഠമാണ്, എനിക്കും നിങ്ങൾക്കുമുള്ളൊരു പാഠം. ഈ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല കാണാൻ രസമുള്ള, മധുരമുള്ള, പച്ചപ്പുള്ള ഒന്നാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്. നല്ല ആകർഷണീയമായ ഒന്നാണ് സമ്പത്ത്.
ഫമൻ അഖദഹു ബിസഖാവതി നഫ്സിൻ ബൂരിക ലഹു ഫീഹി. ആർത്തിയില്ലാതെ, സമ്പത്തിനോട് അമിതമായ ഭ്രമമോ ആർത്തിയോ സമ്പത്ത് മാത്രം എന്ന ചിന്തയോ ഇല്ലാതെ ഒരാൾ സമ്പത്ത് എടുക്കുകയാണ് എങ്കിൽ, അയാൾ ജോലി ചെയ്ത് സമ്പാദിക്കുകയാണ് എങ്കിൽ അവനതിൽ ബർക്കത്തുണ്ടാകും. പക്ഷേ വമൻ അഖദഹു ബിഇസ്റാഫി നഫ്സിൻ, മുഴുവൻ ആർത്തിയോടുകൂടി സമ്പത്ത് മാത്രമാണ് ജീവിതം, പണത്തിനും ഇതേ പരുന്തല്ല, ഒന്നും പറക്കില്ല എന്ന ചിന്തയിൽ അതാണ് ജീവിതം ലക്ഷ്യം എന്ന രൂപത്തിൽ അതിനുവേണ്ടി മാത്രം ആർത്തിയോടുകൂടിയാണുള്ള സമ്പത്ത് സ്വീകരിക്കുന്നതെങ്കിൽ ലം യുബാറക് ലഹു ഫീ, അതിന് ബറക്കത്തുണ്ടാവുകയില്ല. കല്ലദീ യഅകുൽ വലാ യശ്ബ, റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കല്ലദീ യഅകുൽ വലാ യശ്ബ, ഒരുപാട് തിന്നുന്ന ഒരാളെ പോലെയാണ് അയാളുടെ ഒരു ഉപമ. പക്ഷെ അയാളെ വയറ് നിറയൂല, എത്ര തിന്നാലും വയറ് നിറയാത്ത ഒരാൾ. അൽ യദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല, ഈ വാചകം നമുക്ക് പരിചയമുള്ള വാചകം. അൽ യദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല. ഹക്കീം, താഴെയുള്ള കൈയിനേക്കാളും എപ്പോഴും നല്ലത് മുകളിലുള്ള കൈയാണ്. വാങ്ങുന്ന കൈയിനേക്കാൾ കൊടുക്കുന്ന കൈയാണ് ഹക്കീം എപ്പോഴും ഉന്നതമായത്, ഖൈറായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കീമുൽ ഹിസാമിനോട് പറഞ്ഞു. വളരെ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ഹക്കീമുൽ ഹിസാം, താഴ്വാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമ്പത്ത് കണ്ട ഹക്കീമുൽ ഹിസാം, മക്കയിലെ നേതാവായിരുന്ന ഹക്കീമുൽ ഹിസാം. അന്ന് ഹക്കീമുൽ ഹിസാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവാണ് താങ്കളെ സത്യവുമായി നിയോഗിച്ച അല്ലാഹുവാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലാ അർസഉ അഹദൻ ബഅദക ശൈഅൻ ഹത്താ ഉഫാരിഖ ദുനിയ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോകുന്നത് വരെ ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഇനി ഒരാളുടെയും മുമ്പിൽ ഞാൻ കൈനീട്ടി ചോദിച്ച് ഞാൻ നിൽക്കുകയില്ല, ഇനി ഒരാളോട് ഞാൻ സമ്പത്ത് ആവശ്യപ്പെട്ട് നിൽക്കുകയില്ല എന്ന് അദ്ദേഹം അന്ന് പ്രതിജ്ഞ എടുത്തു. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ഈ ഹക്കീമുൽ ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ പിൽക്കാല ചരിത്രം കൂടി കാണാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഹക്കീമുൽ ഹിസാമിനെ വിളിപ്പിച്ചു. ഹക്കീം, നിനക്ക് മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് ബൈത്തുൽ മാലിൽ നിന്ന് എല്ലാ സ്വഹാബിമാർക്കും ലഭിക്കുന്ന വിഹിതം ഹക്കീം നിനക്കുമുണ്ട്. വലിയൊരു വിഹിതമാണത്. എല്ലാ സ്വഹാബിമാർക്കും മുസ്ലിം സാമ്രാജ്യത്തിൽ നിന്ന് കൊടുത്തിരുന്ന പെൻഷൻ, ഒരു വിഹിതം, ബൈത്തുൽ മാലിൽ നിന്ന് കൊടുത്തിരുന്ന വിഹിതം ഹക്കീം നിനക്കുണ്ട്. ഹക്കീമുൽ ഹിസാം വാങ്ങിയില്ല. അർഹതപ്പെട്ട മുതൽ ഹക്കീമുൽ ഹിസാം വാങ്ങിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നപ്പോഴും ഹക്കീമുൽ ഹിസാമിനെ വിളിച്ചു. ഹക്കീമുൽ ഹിസാം വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു, നീ ജനങ്ങളെങ്ങാനും ഉമർ കൊടുക്കാഞ്ഞതാണ് എന്ന് പറയും എന്ന് പേടിച്ച് ജനങ്ങളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരുന്നു പ്രഖ്യാപിച്ചു, അല്ലയോ മുസ്ലിങ്ങളെ, ഞാനിതാ ഹക്കീമിന്റെ വിഷയം നിങ്ങളെല്ലാവരെയും മുമ്പിൽ നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തു, അദ്ദേഹം അത് സ്വീകരിക്കാൻ കൂട്ടാക്കാഞ്ഞിട്ടാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, മരിക്കുന്നത് വരെ പിന്നെ അദ്ദേഹം ഒരാളുടെ മുമ്പിൽ കൈനീട്ടി തന്നിട്ടില്ല. ഒരാളോടും അദ്ദേഹം ദുനിയാവിലെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം. ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിച്ചതിന് താഴെ ഈ അദ്ദേഹത്തിന്റെ ഈ സംഭവം കൂടി, ആ ജീവിതം കൂടി, മരണം വരെ അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ആളെ വിട്ട സഫ്വാൻ ഇബ്നു ഉമയ്യയ്ക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 100 ഒട്ടകങ്ങൾ നൽകി. സഫ്വാൻ ഇബ്നു ഉമയ്യയെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ആളെ വിട്ട മനുഷ്യൻ. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയപ്പോൾ ഒളിച്ചോടിയ മനുഷ്യൻ, ജിദ്ദയിൽ നിന്ന് അവസാനം സുഹൃത്ത് തിരിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് യുദ്ധത്തിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയുണ്ട്. പ്രവാചകന് 100 പടച്ചട്ടകൾ ഈ യുദ്ധത്തിൽ വായ്പയായി സഫ്വാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം മുശ്രിക്കാണ്. ഇത് നടക്കുമ്പോഴും ഈ 100 ഒട്ടകങ്ങൾ ലഭിക്കുമ്പോഴും സഫ്വാൻ ഇബ്നു ഉമയ്യ മുശ്രിക്കാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളെ കൊടുത്തു. പിന്നെയും റസൂലിന് തൃപ്തി വരാതെ പിന്നെയും വീണ്ടും 100 ഒട്ടകങ്ങളെ കൊടുത്തു, പിന്നെയും 100 ഒട്ടകങ്ങളെ കൊടുത്തു. അങ്ങനെ 300 ഒട്ടകങ്ങൾ സഫ്വാൻ ഇബ്നു ഉമയ്യക്ക് കൊടുത്തു. സഫ്വാൻ ഇബ്നു ഉമയ്യ അദ്ദേഹം മുസ്ലിമായി. പിന്നീട് അദ്ദേഹം അത് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിൽ നിന്നുള്ള ഗനീമത്ത് സ്വത്തുക്കൾ എനിക്ക് റസൂൽ ഒരുപാട് തന്നു. വൈന്നഹു ലഅബ്ഗദുൻ നാസി ഇലൈ, അന്ന് വരെയും റസൂൽ എൻ്റെ കണ്ണിൽ വെറുപ്പുള്ളയാളായി, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യനായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ. ഫമാ സാല യുഅതീനി ഹത്താ സാറ അഹബ്ബൻ നാസി ഇലൈ, എനിക്കിങ്ങനെ തന്ന് എനിക്ക് എന്നെ ഇത്രയേറെ പരിഗണിക്കുന്നു എന്ന് കണ്ടപ്പോൾ റസൂലിനേക്കാൾ വലിയ എനിക്കിഷ്ടമുള്ള മറ്റൊരു വ്യക്തിയും ഇല്ലാത്ത പോലെ ആയിത്തീർന്നു. അല്ലാഹുവിൻ്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി വിഷം പുരട്ടിയ വാളുമായി വാടകയ്ക്ക് ആളെ വിട്ട മനുഷ്യനോടാണ് റസൂലുള്ളാഹി, അന്നും അയാൾ മുശ്രിക്കാണ്.
എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഇത് കാണിക്കുന്നത്. അവിടെയാണ് ഇസ്ലാം വൽ മുഅല്ലഫത്തി ഖുലൂബുഹും എന്നുള്ള ഒരു കാറ്റഗറിയെ സക്കാത്തിലും അതുപോലെ തന്നെ ഈ രംഗത്തിലും ഒക്കെ നിശ്ചയിച്ചതിന് പിന്നിലുള്ള യുക്തി നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിനോട് ഹൃദയം കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, ഒരു അനുഭവമുള്ള ആളുകൾ, അവരെ ഒന്ന് പരിഗണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഹിദായത്തിന്റെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഹുവൈത്ത് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന മനുഷ്യന് റസൂലുള്ളാഹി 100 ഒട്ടകങ്ങൾ നൽകി. അങ്ങനെ പല ആളുകൾക്കും റസൂലിന്റെ ഹുദൈബിയ സന്ധിയിൽ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് വന്ന സുഹൈൽ ഇബ്നു അംർ, അയാൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങൾ നൽകി. അങ്ങനെ അന്ന് ഈ അൽ മുഅല്ലഫത്ത് ഖുലൂബുഹും എന്ന ആ കാറ്റഗറിയിൽ പെടുന്ന അങ്ങനെ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമുള്ള ആളുകൾക്കൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രധാനപ്പെട്ട ഇപ്പറഞ്ഞ ആളുകൾക്കൊക്കെ 100 ഒട്ടകങ്ങൾ വീതം നൽകി. ചിലർക്ക് 50 വീതം നൽകി, ചിലർക്ക് 40 വീതം നൽകി. അവസാനം ജനങ്ങൾക്കാകെ അറാബികളും അതുപോലെ തന്നെ മക്കയിലെ പല ആളുകൾക്കുമിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു എന്നൊരു വാർത്ത അങ്ങനെ പടർന്നു. അവസാനം അറാബികളൊക്കെ കൂട്ടത്തോടെ ഈ പറഞ്ഞ ജിയറാനയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിക്കും തിരക്കുമായി പ്രവാചകന്റെ ചുമലിലുണ്ടായിരുന്ന പുതപ്പ് പോലും അത് താഴെ വീഴുന്ന, അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒരു മരത്തിനോട് അങ്ങനെ ആളുകളുടെ തിക്കും തിരക്കും കാരണം ഒരു മരത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൊണ്ടുചെന്ന് എത്തിച്ചു. പ്രവാചകന്റെ പുതപ്പ് ആരോ എടുത്തുകൊണ്ടുപോയി, പുതപ്പ് കാണാനില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പുതപ്പ് നിങ്ങൾ എനിക്ക് തരൂ എന്ന് പറയുകയും ഈ കാണുന്ന മരങ്ങളും ഈ മുള്ളു നിറഞ്ഞ മരങ്ങൾ, അതിൻ്റെ മുള്ളുകളുടെ അത്ര സമ്പത്ത് എനിക്കുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ എനിക്ക് നിങ്ങൾക്ക് തരുന്നതിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞാനൊരു പിശുക്കനോ ഒരു വ്യാജവാദിയോ ഒന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാൻ കഴിയും, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യന്, അയാളുടെ പേരറിയില്ല, 2 മലകൾക്കിടയിലുള്ള ആടുമാടുകൾ ആട്ടിൻപറ്റത്തെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. അയാൾ തിരിച്ച് അയാളുടെ സമൂഹത്തിലേക്ക് ചെന്ന് പറഞ്ഞു, ഐ ഖൗമി ഫഅസ്ലിമു, അല്ലയോ എൻ്റെ സമൂഹമേ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ് നല്ലത്. ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ ലയുഅതി അതാഅ മൻ ലാ യഖാഫുൽ ഫഖർ, ഒരു ദാരിദ്ര്യത്തെ ഒരു തരിമ്പും പേടിയില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് മുഹമ്മദ് ഇത് സമ്പത്ത് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും, ആദ്യകാലത്ത് ഈ പറഞ്ഞ അൽ മുഅല്ലഫത്ത് ഖുലൂബുഹും എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് ഇസ്ലാമിനോട് ഒരു അല്പം അനുഭവമൊക്കെയുള്ള ആളുകൾ, അവരിൽ പലരും ഈ അറാബികളായ ആളുകൾ, അവരൊക്കെയും അന്ന് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അന്ന് അവരിൽ പലരും ആദ്യകാലത്ത് ഇങ്ങനെ സമ്പത്ത് കണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു, സമ്പത്തിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ. പക്ഷെ പിന്നീട് അനസ് റളിയല്ലാഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറയുന്നത് കാണാൻ കഴിയും, പിന്നെ ഹത്ത യകൂനൽ ഇസ്ലാമു അഹബ്ബു ഇലൈഹി മിനദ് ദുനിയ, പക്ഷെ അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പിന്നെ അവർ ഈ ആദ്യത്തിൽ അവർ ഈ പറഞ്ഞ സമ്പത്ത് കണ്ടായിരിക്കാം അവർ പക്ഷേ ഇസ്ലാമിലേക്ക് വന്നെങ്കിലും പിന്നെ സമ്പത്തോ ദുനിയാവോ ഒന്നുമില്ലാതെ ഏറ്റവും ഒന്നാമതായി ഇസ്ലാമിനെ മാത്രം തങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ആളുകളെ അവർ മാറി. പൂർണ്ണമായി ഇഖ്ലാസുള്ള ഇസ്ലാമിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ആളുകളായി അവർ മാറി. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജയറാനിൽ വെച്ച് ഒരുപാട് ഗനീമത്തുകളെ വീതം വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു. നേരത്തെ പറഞ്ഞ സഫ്വാൻ ഇബ്നു ഉമയ്യയിൽ നിന്ന് വായ്പ വാങ്ങിയ ആ പടച്ചട്ടകൾ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുകയുണ്ടായി. അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സഫ്വാൻ ഇബ്നു ഉമയ്യയെ വിളിപ്പിച്ചപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ അത് വേണ്ട എന്നാണ് പറഞ്ഞത്. ലാ യാ റസൂലല്ലാഹ്, ഇന്ന് എൻ്റെ മനസ്സ് ഉണ്ടായിരുന്നത് പോലെയല്ല ആ പടച്ചട്ട അന്ന് തരുമ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ഞാനൊരു മുശ്രിക്കായിരുന്ന അവസ്ഥയിൽ താങ്കൾക്ക് മുസ്ലിങ്ങൾക്ക് വായ്പ നൽകിയതാണെങ്കിൽ ഇന്ന് ഞാനൊരു മുസ്ലിം ആണല്ലോ, അതങ്ങനെയല്ല ഇന്നെൻ്റെ മാനസികാവസ്ഥയുള്ളത് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഇങ്ങനെ ഈ വീതം വെപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വാരിക്കോരി ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. ഈ പ്രവാചകൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് ചൊല്ലി വിളിച്ചു, യാ മുഹമ്മദ് ഇഅ്ദിൽ, നീ നീതി പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലയോ മുഹമ്മദ്, നീ നീതി പാലിക്കണം. അയാളുടെ ചരിത്രത്തിൽ അയാൾ അറിയപ്പെട്ടത് ദുൽ ഹുവൈസിറ എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ ഒരു ഫിത്നയുടെ തുടക്കത്തിലുള്ള അതിൻ്റെ ഒരു തുടക്കക്കാരൻ കൂടിയാണ് ദുൽ ഹുവൈസിറ എന്ന മനുഷ്യൻ. അയാളുടെ യഥാർത്ഥ പേര് ഹുർഖൂസ് ഇബ്നു സുഹൈർ എന്നാണ്.
അയാൾ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്ദിൽ യാ മുഹമ്മദ്, അല്ലെങ്കിൽ യാ മുഹമ്മദ് ഇഅ്ദിൽ, നീ നീതി പാലിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈലക വമൻ യഅ്ദിൽ ഇദാ ലം അകുൽ ആദിൽ, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ നിനക്ക് നാശം. പിന്നെ ആരാണ് ഇവിടെ നീതി കാണിക്കുക? പിന്നെ ആരാണ് ഇവിടെ നീതി കാണിക്കുക? ലഖദ് ഖിബ്ത വ ഖസിർ ഇല്ലം അകുൽ ആദിൽ, ഞാൻ നീതി പാലിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ നഷ്ടക്കാരനും പരാജയപ്പെട്ടവരും തന്നെ ആയി പോകുമല്ലോ. ഞാനല്ലാതെ വേറെ ആരാണ് ഇന്ന് നീതി കാണിക്കാറുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഞാൻ അനീതി കാണിക്കുകയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു ദഅനി യാ റസൂലല്ലാഹ് ഫഅഖ്തുലു ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖിനെ വധിക്കാൻ എനിക്ക് അനുവാദം തന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകരെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മഅദല്ലാഹ് അൻ യതഹദ്ദസ അന്നാസു അന്നി അഖ്തുലു അസ്ഹാബി, എൻ്റെ ആളുകളെ തന്നെ ഞാൻ കൊല്ലുന്നു എന്ന് ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കും എന്ന് അള്ളാഹുവിൽ ശരണം. അങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ഇയാളെ വധിച്ചു കഴിഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഈ മനുഷ്യരെ കുറിച്ചൊരു പ്രവചനം റസൂലുള്ളാഹി നടത്തുകയും ചെയ്തു. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട 2 വ്യതിയാന കക്ഷികൾ, അതിലൊന്നിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രവചനം നടത്തിയത്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉണ്ടാകുന്ന 2 വ്യതിയാന കക്ഷികൾ, ഒന്ന് ഷിയാക്കളും 2 ഖവാരിജുകളും. സ്വഹാബിമാർ തന്നെ അലി റളിയല്ലാഹുവിന്റെ ജീവിതകാലത്ത് തന്നെയാണ് ഇവർ 2 കൂട്ടരും ഉടലെടുക്കുന്നത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും, ഇന്ന ഹാദാ വ അസ്ഹാബഹു യഖ്റഊനൽ ഖുർആൻ, ഇയാളുടെ കൂട്ടാളികളും ഇയാൾക്ക് പിന്നിൽ അണിനിരക്കാൻ പോകുന്ന ഇയാളെ വഴി കടന്നു വരുന്ന കുറേ ആളുകൾ, ഇയാളുടെ തലമുറകളിൽപ്പെട്ട ആളുകൾ, ഇയാളുടെ പരമ്പരയിൽപ്പെട്ട ആളുകൾ യഖ്റഊനൽ ഖുർആൻ, നല്ല പോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത് ഇസ്ലാമിക ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസും ഒരു സംഭവവും, അതുപോലെ തന്നെ ഈ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഉണ്ടായ ബിദ്ഈ കക്ഷികൾ, വ്യതിയാന കക്ഷികളെ കുറിച്ചുള്ള വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന ഹദീസുമാണ്. ഇന്ന ഹാദാ വ അസ്ഹാബഹു യഖ്റഊനൽ ഖുർആൻ, നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും ഇവനും അതുപോലെ തന്നെ ഇവന്റെ കൂട്ടാളികൾ, ഇവന്റെ അസ്ഹാബികൾ. പക്ഷേ ലാ യുജാവിസു ഹനാജിറഹും, പക്ഷേ അത് ഇതിന് താഴേക്ക് ഇറങ്ങില്ല. ഖുർആൻ പാരായണം ഇവിടെ വരെ മാത്രം, ശബ്ദം കൊണ്ട് നല്ല ഖുർആൻ പാരായണം, ബാക്കി പുറമെ കാണുമ്പോൾ പുറംപോടി വളരെ നല്ല ഉഷാറായ ആളുകൾ, പക്ഷേ ഉള്ളിലേക്ക് അത് ഇറങ്ങാത്തൊരു സമൂഹം, യഥാർത്ഥ ആദർശമോ ശരിയായ വിശ്വാസമോ ശരിയായ നിലപാടുകളോ ഇല്ലാത്തൊരു സമൂഹം. റസൂലുള്ളാഹി ലാ യുജാവിസു ഹനാജിറഹും, തൊണ്ടക്കുഴിയുടെ അപ്പുറത്തേക്ക് അവരുടെ ഖുർആൻ പാരായണം കടക്കുകയില്ല. യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖുസ് സഹ്മു മിനർ റമിയ്യ, ഒരു വേട്ടയാടുന്ന ഒരാൾ ഒരു അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വേട്ടമൃഗത്തിന് നേർക്ക് അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്പ് വേട്ടമൃഗത്തെ തുളച്ചു കിടന്ന് എത്ര വേഗമാണോ പുറത്തു പോകുന്നത്, അത്ര മിന്നൽ വേഗത്തിൽ ദീനിൽ നിന്ന് അവർ പുറത്തു പോയിക്കൊണ്ടിരിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച റിവായത്താണ് ഇതിലുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ അവരെ കുറിച്ച് കുറച്ചുകൂടി വിശദീകരണങ്ങളുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു വ്യതിയാന കക്ഷിയെക്കുറിച്ചാണ് ഈ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്. ആ മനുഷ്യന്റെ പിന്തുടർച്ചക്കാർ ഉണ്ടാകാൻ പോകുന്ന വ്യതിയാന കക്ഷിയെക്കുറിച്ച്. അപ്പോൾ പുറംമോടി കൊണ്ട് പുറത്ത് വലിയ ഉഷാറായി എന്നതുകൊണ്ട് ഖുർആൻ പാരായണം വളരെ വലിയ ഭംഗിയുള്ള രൂപത്തിലായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ ആദർശവും യഥാർത്ഥ നയനിലപാടും ഒന്നുമുള്ളവനാകുന്നില്ല എന്ന് ചുരുക്കം. പുറത്ത് ബാഹ്യമായി കാണുന്ന കാര്യങ്ങളെക്കാൾ ഉള്ളിലുള്ള കാര്യങ്ങൾക്കാണ് എപ്പോഴും കൂടുതൽ പ്രാധാന്യം എന്നും ഈ ഹദീസിൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ് ഫഇന്ന ലഹു അസ്ഹാബൻ, ഇയാളുടെ പരമ്പരയിൽ ഉണ്ടാകുന്ന തലമുറക്കാരിൽ ഉണ്ടാകുന്ന ചില കൂട്ടാളികൾ ഉണ്ടാവും. യഹ്തിറു അഹദുക്കും സ്വലാത്തഹു മാ സ്വലാത്തിഹിം, നിങ്ങളിൽ നിന്നൊരാൾ, സ്വഹാബികളെ നോക്കിയാണ് ഈ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച സ്വഹാബികളെ, നിങ്ങളിൽ നിന്നൊരാൾ അവരുടെ നിസ്കാരം കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിസ്കാരത്തെ ഞങ്ങളെക്കാളൊക്കെ എത്ര ഉഷാറാണല്ലോ അവരുടെ നിസ്കാരം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം നിസ്കാരങ്ങളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തി പോകും. നിങ്ങൾ അവരുടെ നോമ്പ് കാണുമ്പോൾ നിങ്ങളുടെ നോമ്പുകളെ നിങ്ങൾ നിസ്സാരമാക്കി നിങ്ങൾ വിചാരിച്ചു പോകും. അത്രമാത്രം നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, ഖുർആൻ പാരായണവും ഒക്കെയുള്ള ഒരു സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് വളരെ വ്യക്തമായി പറയുന്ന കാര്യം, ഒരംശം പോലും അവരിൽ ദീനിന് വേണ്ടിയുള്ള പ്രതിബദ്ധതയോ യഥാർത്ഥ ആദർശമോ ഒന്നും ഉണ്ടാകുകയില്ല. അതുമാത്രമല്ല, ഭാവിയിൽ ആ കൂട്ടത്തിൽ വരാൻ പോകുന്ന ഒരു മനുഷ്യൻ ആയതുഹും റജുലുൻ അസ്വദ്,
അവരിലെ ഒരു ഭാവിയിൽ അവർ ഞാനീ പറഞ്ഞ ടീം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു അടയാളം ഞാൻ പറഞ്ഞു തരാം. റജുലുൻ അസ്വദ്, ഒരു കറുത്ത നിറമുള്ളൊരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിലുണ്ടാകും. അയാളുടെ ഒരു കൈയുടെ ഈ ഒരു ഭാഗം കൈ മുറിഞ്ഞു പോയത് കാരണത്താൽ സ്ത്രീകളുടെ സ്ഥലം പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രൂപത്തിലായിരിക്കും അയാളുടെ ഒരു കൈ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. വയഖ്റുജൂന അലാ ഹീനി ഫുർഖത്തി മിനൻ നാസ്, ജനങ്ങൾ ഭിന്നിക്കുന്ന സമയത്തായിരിക്കും ഈ പറഞ്ഞ ഈ ടീം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരിക. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് റസൂലിൽ നിന്ന് നേരിട്ട് കേട്ട മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഫഅശ്ഹദു അന്നി സമിഅതു ഹാദൽ ഹദീസ് മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഈ ഹദീസ് ഞാൻ നേരിട്ട് എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് മാത്രമല്ല, വഅശ്ഹദു അന്ന അലി ഇബ്ന അബി ത്വാലിബിൻ ഖാതലഹു വഅന മഅഹു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്നപ്പോൾ റസൂൽ ഈ പറഞ്ഞ ഇതേ ടീമിനോട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു. ഞാനും ആ സൈന്യത്തിൽ അലി റളിയല്ലാഹുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അതും സത്യമാണ്. ഹിജ്റ 38 നഹ്റുവാൻ എന്ന് പറയുന്ന ഇറാഖിനടുത്ത് വെച്ചുള്ള സ്ഥലത്താണ് അലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ടീമിനെ വളരെ നല്ല രൂപത്തിൽ പരാജയപ്പെടുത്തുന്നു. ഖവാരിജുകൾ ഇസ്ലാമിക ലോകത്ത് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പല സ്വഹാബിമാർക്കും എതിരെ ഭൂരിഭാഗം സ്വഹാബിമാരെയും കാഫിറാക്കിക്കൊണ്ട് കടന്നു വന്ന ഖവാരിജുകൾ. ഹിജ്റ 38 അലി റളിയല്ലാഹു അൻഹു നേരിട്ട് നയിച്ച നഹ്റുവാൻ യുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെടുത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഖവാരിജുകളോട് അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഖലീഫയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ സംവാദത്തിന് പോയത് ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ സംവാദം അതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സംവാദം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖവാരിജുകളും തമ്മിൽ നടന്ന സംവാദമാണ്. അന്ന് അദ്ദേഹത്തിന്റെ സംവാദത്തിന്റെ ഫലമായി അവരിലുണ്ടായിരുന്ന 1/3 ആളുകൾ യഥാർത്ഥ അഹ്ലുസുന്നയുടെ പാതയിലേക്ക്, സ്വഹാബിമാരുടെ ആ ഒരു അഖീദയിലേക്ക്, ശരിയായ ആദർശത്തിലേക്ക് കടന്നു വന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഇറാഖിനടുത്ത് വെച്ച് നഹ്റുവാൻ എന്ന പ്രദേശത്ത് വെച്ച് ഹിജ്റ 38 നടന്ന അലി റളിയല്ലാഹുവിനോടൊപ്പമുള്ള ആ നഹ്റുവാൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധഭൂമിയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പരതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കറുത്ത നിറമുള്ള ഒരു കൈ, സ്ത്രീയുടെ സ്ഥലം പോലെയുള്ള ആ മനുഷ്യനെ തിരയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആ മനുഷ്യനെ കണ്ടെത്തി. ആ മനുഷ്യനെ കണ്ടെത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വിശേഷണങ്ങൾ ഞാൻ അയാളിൽ കാണുകയും ചെയ്തു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രവചനമാണ്. ഇന്നും ഖവാരിജുകൾ അങ്ങനെ ഒരു പ്രത്യേക ടീമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും സമാനമായ ആദർശമുള്ള നിരവധി തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നിസ്കാരവും നമ്മുടെ നിസ്കാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരമൊക്കെ എത്രയോ ചെറുതാണ് എന്ന് നമുക്ക് തോന്നിപ്പോയേക്കാം. വലിയ നിസ്കാരമുള്ള, വലിയ നോമ്പെടുക്കുന്ന, ഖുർആൻ പാരായണം അതിഭംഗിയായി പാരായണം ചെയ്യുന്ന ആളുകൾ. പക്ഷേ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതിനപ്പുറത്തേക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നല്ലാതെ ഖുർആനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ, സ്വഹാബിമാരുടെ യഥാർത്ഥ നിലപാടുകൾ അതൊന്നും അവർക്കുണ്ടാവുകയില്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അല്ലാഹു റസൂലിന്റെ സുന്നത്തും ജമാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ആ ഒരു ഐക്യം ഉൾക്കൊള്ളുന്ന ആ ഒരു സംഘത്തിന്റെ കൂടെ, യഥാർത്ഥ ഇസ്ലാമിന്റെ അവകാശികളുടെ കൂടെയാകാൻ അവർക്ക് താല്പര്യമുണ്ടാകില്ല. സ്വഹാബിമാരുടെ ജീവിതകാലത്ത് സ്വഹാബിമാരെ നോക്കിയാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളുടെ നിസ്കാരവും അവരുടെ നിസ്കാരവും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് സ്വയം തോന്നും നിങ്ങളുടെ നിസ്കാരം എത്രയോ ചെറുതാണ്, നിങ്ങളുടെ നോമ്പ് എത്രയോ ചെറുതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പല രൂക്ഷമായ പരാമർശങ്ങളും ഖവാരിജുകളെ കുറിച്ച്, ഭാവിയിൽ ഉടലെടുക്കാൻ പോകുന്ന അവരെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നരകത്തിലെ നായകളാണ് അവർ എന്നുമുള്ള പരാമർശം അതിൽപ്പെട്ടതാണ്. അത്രമാത്രം പുറമേ കണ്ടാൽ നല്ല ഒരു ഇസ്ലാമിയത്ത് തോന്നുകയും എന്നാൽ പൂർണ്ണമായും ഇസ്ലാമിനെ തകർക്കുന്ന നയനിലപാടുകൾ വെച്ച് പുലർത്തുകയും സ്വഹാബിമാരെ പോലും കാഫിറായി വിധിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ച് അധികം വിശദീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഇവരുടെ ഒരു തുടക്കം എന്ന നിലക്ക് ദുൽഖുവൈസിറ എന്ന മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് മുഹമ്മദേ നീ നീതി പാലിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ സംഭവം
ഈ ഹുനൈൻ യുദ്ധത്തിന് ശേഷം ജയർവാനയിൽ വെച്ച് ഈ ഗനീമത്ത് സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ ഉണ്ടായ സംഭവമാണ്. ഈ വീതം വെക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഈ ഖുറൈശികൾക്ക്, അതുപോലെ തന്നെ മുഅല്ലഫത്തുൽ ഖുലൂബുഹും എന്ന് പറയുന്ന ഈ ആളുകൾക്ക്, സഫ്വാൻ ഇബ്നു ഉമയ്യക്ക്, അബൂ സുഫിയാന്, അങ്ങനെയുള്ള പല ആളുകൾക്കും ഇങ്ങനെ വാരിക്കോരി വലിയ സമ്പത്തുകൾ കൊടുത്തപ്പോൾ അൻസാരികളായ ആളുകൾക്ക് പലർക്കും വിഷമമുണ്ടായി. അൻസാരികളായ മുതിർന്ന സ്വഹാബിമാർക്കെല്ലാം അൻസാരികളിൽപ്പെട്ട വളരെ ചെറുപ്പക്കാരായ ചില ആളുകൾ, ചെറുപ്പത്തിൽ വളർന്നു വന്ന വലിയ പ്രായമൊന്നുമില്ലാത്ത മുതിർന്ന അൻസാരികളല്ലാത്ത പല ആളുകൾക്കും വലിയ മനോവിഷമമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അവർക്കൊക്കെ ഒരുപാട് കൊടുക്കുന്നു. റസൂലിന്റെ കൂടെ നമ്മളാണല്ലോ ഇത്രയും കാലം യുദ്ധം ചെയ്തതും, നമ്മുടെ ജീവനാണല്ലോ നഷ്ടപ്പെട്ടത്, നമ്മുടെ ആളുകളാണല്ലോ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഖുറൈശികളെ കണ്ടപ്പോൾ, സ്വന്തം ആളുകളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വന്തം ആളുകൾക്ക് ഇങ്ങനെ വാരിക്കൊരി കൊടുക്കുകയാണല്ലോ. അവരിൽപ്പെട്ട വലിയ മുതിർന്നതൊന്നുമല്ലാത്ത ചെറിയ പ്രായക്കാരായ കുറേ ആളുകൾ, വലിയ അനുഭവ പരിചയവും അറിവും കാര്യങ്ങളെ പറ്റിയുള്ള ബോധ്യമൊന്നുമില്ല, മുതിർന്ന അൻസാരികളോ അല്ലെങ്കിൽ മദീനയിലെ മുതിർന്ന സ്വഹാബിമാരോ ഒന്നും അങ്ങനെ ഒരു പ്രശ്നത്തിന് തുടക്കമില്ല, അങ്ങനെ പറയുകയുമില്ല. ഇങ്ങനെയുള്ള ചില ആളുകൾ പറഞ്ഞത് യഗ്ഫിറുല്ലാഹു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിന് പുറത്തു കൊടുക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. യുഅതി ഖുറൈശൻ വയത്റുകുന, ഖുറൈശിൽ കൊടുക്കുന്നു, നമുക്കൊന്നും തരുന്നില്ല. വസുയൂഫുനാ തഖ്തുറു മിൻ ദിമാഇഹിം, നമ്മുടെ വാൾ ഇപ്പോഴും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കളുടെ രക്തത്തുള്ളികൾ ഇപ്പോഴും നമ്മുടെ വാളിൽ നിന്നാണ് ഇറ്റി വീണുകൊണ്ടിരിക്കുന്നത്, നമ്മളാണ് യുദ്ധം ചെയ്തത്. വേറെ കുറച്ച് ആളുകൾ പറഞ്ഞു ഇതാക്കാന ശദീദ ഫനഹ്നു നുദാ, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ വിളിക്കുന്നത് മൊത്തം നമ്മളെയാണ്. എന്നാൽ ഗനീമത്ത് കൊടുക്കുന്നത് മുഴുവൻ നമ്മളല്ലാത്ത ആളുകൾക്കുമാണ്. ഇമാം ബുഖാരി ഈ രണ്ട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ആളുകളും ഒറ്റക്കും അതുപോലെ തന്നെ കൂട്ടമായും ഒക്കെ സംസാരിക്കാൻ തുടങ്ങി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. അൻസാരികളിൽപ്പെട്ട ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു ഉബാദയോട് ചോദിച്ചു, അല്ല സഅദ്, ഞാനിങ്ങനെ കൊടുത്തു എന്നുള്ളത് ശരിയാണ്, അതിന് പല കാരണങ്ങളും ഉണ്ട്. സഅദ്, നിന്റെ നിലപാടെന്താണ്? സഅദ് ഇബ്നു ഉബാദ വളരെ കാലം, തുടക്കകാലം മുതലേ ഇസ്ലാമിന്റെ കൊടിവാഹകനായ, ഒരുപാട് സന്ദർഭങ്ങളിൽ നിർണായക ഘട്ടങ്ങളിൽ ഇസ്ലാമിനോട് സംസാരിച്ചിട്ടുള്ള, റസൂലിനെ അത്രയേറെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു സഅദ് ഇബ്നു ഉബാദ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഈ സ്വന്തം ജനതയുടെ അഭിപ്രായം റസൂലിനോട് പറയണം, ആ ഒരു ചെറിയ വിഷമം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അന ഇല്ലം മിൻ ഖൗമി, അല്ലാഹുവിന്റെ പ്രവാചകൻ, ഞാനും എൻ്റെ ഗോത്രത്തിൽ, എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണല്ലോ ഞാനും എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അൻസാരികൾ മുഴുവൻ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അൻസാരികളെ മുഴുവൻ, അദ്ദേഹം മദീനയുടെ നേതാവായിരുന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അൻസാരികളെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ ഒരുപക്ഷെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ടാകാം. വളരെ വികാരനിർഭരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദും അതുപോലെ തന്നെ അല്ലാഹുവിനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം അന്ന് പറയുകയില്ല, യാ മഅ്ശറൽ അൻസാർ, അല്ലയോ അൻസാരികളെ. അൻസാരികൾ ആരായിരുന്നു എന്ന് ചരിത്രത്തിൽ ബോധ്യപ്പെടാൻ ഇതിനേക്കാൾ വലിയ വാചകങ്ങൾ വേണ്ട. ദുനിയാവിലായാലും ആഖിറത്തിലായാലും ഒരു അൻസാരിയുടെ വില മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം മാത്രം മതി. യാ മഅ്ശറൽ അൻസാർ, അല്ലയോ അൻസാരികളെ, അലം അജ്ദുകും ദുല്ലാലൻ ഫഹദാകുമുല്ലാഹു ബി, നിങ്ങൾ വഴി പിഴച്ചവരായി, അതുപോലെ തന്നെ പല ആളുകളെയും ഇങ്ങനെ സൃഷ്ടികളെയൊക്കെ ആരാധിച്ച് ജീവിച്ചിരുന്ന, വഴി പിഴച്ച ഒരു സമൂഹമായി ജീവിച്ചിരുന്നപ്പോൾ അള്ളാഹു ഞാൻ കാരണം നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? വകുന്തും മുതഫർരിഖീന, നിങ്ങൾ ഔസും ഖസ്റജും ഒക്കെയായി, യഹൂദികളുമൊക്കെ യുദ്ധങ്ങൾ നടത്തി ആകെ പരസ്പരമുള്ള സംഘടനകളും ഒക്കെയായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഒരുപാട് നടന്ന് ഒരുപാട് തകർന്ന് തല്ലിപ്പൊളിയായി ഇരിക്കുന്ന സമയത്ത് ഫഅല്ലഫകുമുല്ലാഹു ബി, ഞാൻ കാരണമല്ലേ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിച്ച് ഇന്ന് അൻസാരികൾ എന്ന മദീനയിൽ വലിയ ആളുകളായി നിങ്ങൾ വന്നത്. അറബികൾ ഒരു വിലയും നൽകാത്ത, കൃഷിക്കാരായി മാത്രം നിസ്സാരരായി ഗണിച്ചിരുന്ന, ഒരു അഗതികളായി ഗണിച്ചിരുന്ന നിങ്ങളെ, അങ്ങനെ ഒരു ജീവിച്ചിരുന്ന സമൂഹം നിങ്ങളെ സമ്പന്നരാക്കിയത്, ആളുകൾ കാണുമ്പോൾ പേടിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആക്കി മാറ്റിയത് ഞാൻ കാരണമല്ലേ? എന്നെ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ ധന്യത നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയുമ്പോഴും അവർ പറയും, അല്ലാഹു റസൂലുഹു അമൻ,
പല ആളുകൾക്കും അപ്പോഴേ റസൂലിന്റെ ഈ വാചകങ്ങൾ, പ്രവാചകന്റെ ഈ ശൈലി, സംസാരത്തൊക്കെ കേട്ടപ്പോൾ അവർ പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു റസൂലു അമൻ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ് എല്ലാം നമുക്ക് നൽകിയത്. ഏറ്റവും കൂടുതൽ മിന്നത്തുകൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നൽകിയത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തന്നെയാണ് എന്നവർ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവരോട് ചോദിച്ചു, ലൗ ശിഅ്തും ഖുൽതും, ഒരു പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സമൂഹം എന്നെ പുറത്താക്കി, ഒരിടത്തും അഭയമില്ലാതെ, ഒരു ശരണവും ഒരു സ്ഥലത്തും ലഭിക്കാതെ, ഒരു അഭയവും ലഭിക്കാതെ, അങ്ങനെ ഒരു നാടോടിയായി ഒരിടത്തും ആളുകളും പരിഗണിക്കാതെ, ഒരിടത്തും അഭയം ലഭിക്കാതെ ഇങ്ങനെ കയറി വന്നു നിങ്ങൾ എന്ന് അൻസാരികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാം, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അഭയം തേടി വന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞത് ചർച്ച ചെയ്യാനുള്ള ഒന്നല്ല. അൻസാരികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തർദൗന അൻ യദ്ഹബൻ നാസു ബിശ്ശാത്തി വൽ ബഈർ, ആളുകൾ ഒട്ടകങ്ങളും അതുപോലെ തന്നെ ആടുകളും ഒക്കെയായി സന്തോഷത്തോടുകൂടി അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ വതദ്ഹബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റിഹാലിക്കും, അല്ലാഹുവിന്റെ പ്രവാചകനെയും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ആളുകൾ ഈ പറഞ്ഞ കന്നുകാലികളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങളുടെ സ്വത്ത് എന്ന രൂപത്തിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ലൗലൽ ഹിജ്റ ലകുൻതും റഅം മിനൽ അൻസാർ, ഹിജ്റ എന്നൊരു സംഗതി അല്ലാഹു വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു അൻസാരിയാകുമായിരുന്നേനെ. വലൗ സലക്കന്നാസു വാദിയൻ വശഅബൻ ലസലകതു വാദിയൽ അൻസാരി അൻസാരി വശഅബഹ, ആളുകൾ എല്ലാവരും ഒരു താഴ്വരയിലേക്കും ഒരു മലയിടുക്കിലേക്കും പ്രവേശിക്കുകയാണ്, എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അൻസാരികൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എങ്കിൽ ലസലകതു വാദിയൽ അൻസാർ, ഞാൻ അൻസാരികൾ പോകുന്ന സ്ഥലത്തായിരിക്കും ഞാൻ കൂടെ വരിക. അൽ അൻസാറു ശിആറുൻ വന്നാസു ദിസാർ, ഒരു പുതപ്പ് ഞാൻ ഇട്ടു, അതിന് മുകളിൽ മറ്റൊരു പുതപ്പ് ഒരാൾ ധരിക്കുന്നു എങ്കിൽ അതിന്റെ മുകളിലത്തെ പുതപ്പ് പോലെയാണ് മറ്റുള്ള ആളുകളൊക്കെ. റസൂലുള്ളാഹി പറയുന്ന വാചകങ്ങൾ അന്നത്തെ അറബികളുടെ ശൈലിയായിരുന്നു. അൽ അൻസാറു ശിആറു വന്നാസു ദിസാർ, ശിആർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ശരീരത്തോട് ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന വസ്ത്രം, ദിസാർ എന്ന് പറഞ്ഞാൽ പുറത്ത് ധരിക്കുന്ന വസ്ത്രം. പുറത്ത് ധരിക്കുന്ന വസ്ത്രം അത് കാണാൻ വലിയ ഉഷാറാണെങ്കിലും അത് ശരീരത്തിൽ നിന്ന് കുറച്ചുകൂടി അകലെയാണ്. ഉള്ളിൽ കിടക്കുന്ന വസ്ത്രം ഒരു മനുഷ്യന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുകയാണ്. അൻസാരികളെ നിങ്ങൾ അതുപോലെയാണ്. ഇന്നകും സതൽഖൗന ബഅദി അസറ. അത് മാത്രമല്ല, അൻസാരികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം കൂടി പറഞ്ഞു, അൻസാരികളെ എനിക്കു ശേഷം ഈ കാലഘട്ടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ എൻ്റെ ഖുലഫാക്കളും അതുപോലെ തന്നെ അങ്ങനെ ഒരു നല്ല കാലഘട്ടം, ഇസ്ലാമിൻ്റെ ഒരു നല്ല ഖിലാഫത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല സ്വഹാബിമാരുടെയും ഒക്കെ കാലഘട്ടം കഴിയുന്ന ഒരു സമയത്ത് സതൽഖൗന ബഅദി അസറ, സമ്പത്ത് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു കൂട്ടം ഭരണാധികാരികളെ, ഒരു കൂട്ടം ആളുകളെ നിങ്ങൾക്ക് കാണേണ്ടി വരും ഭാവിയിൽ. റസൂലുള്ളാഹി അന്ന് കൊടുത്ത ഉപദേശമാണ്. അന്ന് ഇത് പറയുമ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വലിയ ഫിത്നയെ കുറിച്ച് കൂടി റസൂലുള്ളാഹി നൽകിയ ഒരു പ്രവചനം കൂടിയാണ്. ഇന്നകും സതൽഖൗന ബഅദി അസറ, സമ്പത്ത് ഇങ്ങനെ തങ്ങളുടേതാണെന്ന് കരുതുന്ന പല അക്രമങ്ങളും ചെയ്യുന്ന ഭരണാധികാരി, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഭാവിയിൽ കണ്ടുമുട്ടേണ്ടി വരും. ഫസ്ബിറു ഹത്താ തൽഖൗനി അലൽ ഹൗദ്, നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണം, അതുവരെ നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അന്ന് മുസ്ലിം സമൂഹത്തിന് മൊത്തം ഒരു ഫിത്നയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളുടെ ജീവനും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ട് വലിയ ഫിത്ന ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ അന്ന് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഫിത്ന ഉണ്ടാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇത് കേട്ട് ഒരു അൻസാരിയും ഒന്ന് കരയാതിരുന്നില്ല. അൻസാരികളുടെ കണ്ണുനീരുകൾ അവരുടെ താടി രോമങ്ങൾ കൂടി ഒഴുകി എന്ന് നമുക്ക് ഒരു ഓഹരിയായി, ഒരു സ്വത്തായി അല്ലാഹുവിന്റെ റസൂലല്ലാതെ അത് നമുക്ക് മതി, അത് നമുക്ക് തൃപ്തിപ്പെട്ടു എന്ന് എല്ലാ അൻസാരികളും പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഹുനൈനിൽ നിന്ന് ലഭിച്ച വലിയ സ്വത്തുക്കൾ വീതം വെച്ച് കഴിഞ്ഞു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയും നടന്നു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അൻസാരികളോട് പല ആളുകളും പറയുന്നത് കാണാൻ കഴിയും. ഞാൻ ഈ മുഅല്ലഫത്ത് ഖുലൂബുകളായ ആളുകൾക്കാണ് ഞാൻ അവരുടെ ഇസ്ലാമിലുള്ള ഒരു അനുഭാവം അത് കുറച്ചുകൂടി കൂടുകയും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ആളുകൾക്കും ഞാൻ കൊടുത്തത്. ഞാൻ കൊടുത്ത ആളുകളെക്കാൾ
ഞാനൊന്നും കൊടുക്കാത്ത ആളുകളെയാണ് എനിക്ക് ഇഷ്ടം എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം. കാരണം അവർക്കുള്ള പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ അടുക്കലാണ്. അങ്ങനെയുള്ള ഒരാളിൽപ്പെട്ടയാളാണ് അംർ ഇബ്നു തഗ്ലബ് എന്ന ഒരു സ്വഹാബിയെ ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അംർ ഇബ്നു തഗ്ലബ് ഒന്നും കൊടുത്തിട്ടില്ലായി. ഞാൻ കൊടുത്ത ആളുകളെക്കാൾ ഞാൻ കൊടുക്കാതെ മാറ്റി നിർത്തിയ ആളുകളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞാൻ അവരുടെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് അവർക്ക് നാളെ പ്രതിഫലം കൊടുക്കാനുള്ളത്. ഈ പറഞ്ഞ ദുനിയാവിലെ കന്നുകാലികളും ആടുമാടുകളും ഒക്കെ കിട്ടുന്നതിനേക്കാൾ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു അംർ ഇബ്നു തഗ്ലബ്. അത് കേട്ടതോടുകൂടി ഇനി എനിക്ക് ചുവന്ന ഒട്ടകങ്ങളോ, ഇന്ന് ഈ അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പത്തായ ചുവന്ന ഒട്ടകങ്ങൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അള്ളാഹു റസൂലിന്റെ ആ വാക്കുണ്ടല്ലോ, അംർ ഇബ്നു തഗ്ലബ് അവരിൽപ്പെട്ടവനാണ് എന്ന വാക്ക്, അതെനിക്ക് മതി എന്ന് അദ്ദേഹം പറയുന്ന സംഭവം അടക്കം ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഖുറൈശികൾക്ക് അവരുടെ മനസ്സിനൊന്ന് ഇണക്കം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ സമ്പത്ത് ഇങ്ങനെ അവർക്ക് കൊടുത്തത്. കാരണം അവർ ജാഹിലിയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വന്ന അധിക കാലമായിട്ടില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ 13-14 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞെല്ലാം വീതം വെച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ ഹവാസിൻ ഗോത്രത്തിൻ്റെയും സഖീഫ് ഗോത്രത്തിൻ്റെയും 14 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. പകുതിക്ക് വെച്ച് യുദ്ധം നിർത്തി വന്നതിൻ്റെ ആ ഒരു റസൂലുള്ളാഹി പ്രാർത്ഥനയുടെ ഫലം പിന്നീട് ഈ ദിവസങ്ങൾക്ക് ശേഷം 14 ആളുകൾ സുഹൈർ ഇബ്നു സുറത്ത് എന്ന് പറയുന്ന നേതാവിന്റെ നേതൃത്വത്തിൽ, അയാൾ ബനൂ സഅദ് ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടിമത്തിലെ ഉമ്മയായ മുലകൊടുത്ത ഹലീമ സഅദിയയുടെ ആ ബനൂ സഅദ് ഇബ്നു ബക്കർ ഗോത്രത്തിലെ നേതാവ് കൂടിയായ സുഹൈർ ഇബ്നു സുറത്ത് എന്ന മനുഷ്യൻ, അയാളുടെ നേതൃത്വത്തിൽ 14 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് മുസ്ലിങ്ങളായി കൊണ്ടുവന്നു. അന്ന് ത്വായിഫിലും ഇങ്ങോട്ട് ആക്രമിക്കുകയും അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടാവുകയും ചെയ്തിരുന്നൊക്കെ ആളുകൾ, ഹവാസിൻ ഗോത്രം, സഖീഫ് ഗോത്രം, ഇവരിലെ എല്ലാവരും മുസ്ലിങ്ങൾ, ഇവരുടെ പ്രതിനിധികളായി 14 ആളുകൾ തിരിച്ചു വന്നു. ആ 14 ആളുകൾ ആ ഗോത്രത്തിന് ഈ എല്ലാവിധ ഗനീമത്ത് സ്വത്തുക്കളും വീതം വെക്കപ്പെട്ടു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഒന്ന് ആലോചിക്കണം. മുസ്ലിങ്ങൾ സമ്പത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആളുകൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സമ്പത്ത് അപഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊള്ള സംഘമായിരുന്നു അന്ന് ആ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും എന്നൊക്കെ പറയുന്ന ആ ഇസ്ലാം വിമർശകരെ നമുക്ക് കാണാൻ കഴിയും. ഹവാസിൻ ഗോത്രത്തിന്റെ അല്ലെങ്കിൽ സഖീഫ് ഗോത്രത്തിന്റെ ഹുനൈൻ യുദ്ധത്തിൽ ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കളുടെ പരിണതി എന്തായിരുന്നു എന്നുള്ളത് കൂടി പഠിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ വിട്ടുവീഴ്ചയുടെയും മഹാമനസ്കതയുടെയും ചരിത്രം ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുന്നു. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഈ 14 ആളുകളും വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവരെ ആവശ്യപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 2 ഓപ്ഷനുകളും കൊടുത്തു. ആ ഒരൊറ്റ ഓപ്ഷനിന്മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിന്മേൽ ചരിത്രത്തിൽ ഒരു യുദ്ധം കഴിഞ്ഞു. ആ യുദ്ധത്തിൽ വിജയികളായ മുഴുവൻ സമ്പത്ത് കൈക്കലാക്കി അത് പൂർണ്ണമായി ഓരോ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിന്മേൽ അവിടെ ഉണ്ടായ ചരിത്രം, അത് ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അപൂർവവും സുന്ദരവുമായ ഒരു ചരിത്രമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വഹദാ സല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.